ചൊവ്വാഴ്ച പകലാണ് സംഭവം ഉണ്ടായത്. കുറ്റിപ്പുറം ഊരോത്ത് പള്ളിയാലിൽ കോട്ടേഴ്സ് താമസക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. കുടിവെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അയൽ താമസക്കാർ തമ്മിൽ വാക്കേറ്റത്തിലാകുകയായിരുന്നു. ആദവനാട് മാട്ടുമ്മൽ സ്വദേശികളും സഹോദരങ്ങളുമായ മാങ്കോയ്ക്കൽ ആറുമുഖൻ, മണി എന്നിവർക്കാണ് കുത്തേറ്റത്. 3 പേർ ചേർന്നാണ് ഇവരെ ആക്രമിച്ചത്. രാവിലെ ഉറങ്ങി കിടന്ന ആളിനെയാണ് വിളിച്ചിട്ടാണ് അയാൾ പുറത്ത് വിളിച്ചിട്ടാണ് വെട്ടിയത്. ഓൻ്റെ ഒപ്പം ഏട്ടനും 2 ഏട്ടന്മാരും ഓൻ്റെ ഭാര്യയും ഓണും കൂടി മൊത്തം 4 ആളാണ് ഇവരെ തല്ലാനും വെട്ടാനും വന്നത്. കുറേ തല്ലി, പിന്നെ വെട്ടും കിട്ടി. പിന്നെ വെട്ടാൻ വന്നു, കൊള്ളാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ആരുവ കത്തി താളിട്ടിട്ടൊന്നുമില്ല. ഇവരാണ് ഞങ്ങളാണ് ഓടി രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഞങ്ങൾ വെട്ടി കളഞ്ഞിട്ടുണ്ടാവും. വേറെ ഒരു കാര്യത്തിനല്ല, ഒരു നിസാര കാര്യമായ ഒരു വെള്ളത്തിന്റെ പ്രശ്നമാണ് ഇതന്നെ. പൈപ്പ് ഒന്ന് ഓഫാക്കാൻ പറഞ്ഞതിനെയാണ് അവർ വെട്ടാൻ വന്നത്. അതിന്റെ മുന്നേ ഓൻ്റെ ഭാര്യനെ തല്ലാൻ വന്നപ്പോൾ ഓൻ പറഞ്ഞ് ഭാര്യനെ തല്ലരുത്, ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തപ്പോഴാണ് ഓൻ ഏട്ടന്മാരനൊക്കെ കൊണ്ടുവന്നിട്ടാണ് അകത്തിരുന്ന ആളെ വിളിച്ച് പുറത്തിട്ടിട്ടാണ് വെട്ടിയത്. ആറുമുഖനെ വാളുകൊണ്ട് ഇടതു തോളിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മണിയെ 3 പേർ ചേർന്ന് മടലുകൊണ്ട് തലക്കടിക്കുകയും കത്തികൊണ്ട് വാരിയലിനെ വെട്ടിയതുമായാണ് പരാതി. അതായത് ആ എൻ്റെ പെണ്ണുങ്ങൾ 3 മാസം പ്രഗ്നൻ്റ് ആണ്. അതിൻ്റെ പെണ്ണുങ്ങളെ നേരെ അയാൾ വന്നപ്പോൾ ഞാൻ കയറി തടുത്തപ്പോൾ അയാൾ വീണു. ആ വീണ് കണ്ടപ്പോൾ എന്നെ കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറി എല്ലാം ഒഴിഞ്ഞ് വിട്ടു. എൻ്റെ കാരണവലൊക്കെ വന്ന് തടുത്ത് പ്രശ്നം സോൾവായി. ഓൻ വീട്ടിലേക്ക് പോയി. എൻ്റെ കാരണവല ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇയാൾ പോയി അവൻ്റെ അഞ്ചന്മാരൊക്കെ വിളിച്ച് വന്ന്. അപ്പോൾ എൻ്റെ കാരണവൽ പിന്നെയും കൂടി വന്നപ്പോൾ ഓന് മടലെത്തി അടിക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പുറത്തിറങ്ങി ചെന്നപ്പോൾ അയാൾ എന്നെ പിടിച്ച് മതിൽമക്ക് തള്ളി, പിന്നെ വാളിട്ട് ഒന്ന് വെട്ടി. ഞാൻ വലിയ കത്തി എടുക്കുമ്പോൾ ഞാൻ ഇറങ്ങി വണ്ടി. പരിക്ക് പറ്റിയ ഒരാളെ വളാഞ്ചേരി നടക്കാവില്യ ഹോസ്പിറ്റലിലും നില ഗുരുതരമായതിനാൽ മറ്റൊരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തിവരികയാണ്.